ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പ്രാക്കൾ എന്താണ് അവസ്ഥ എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മളെ ചാനൽ തുടങ്ങിയത് പ്രാക്കളെ കണ്ടൻറ്റ് വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് നമ്മൾ ചാനലിനെ കുറച്ച് ക്ലിക്കായത്. പിന്നെ അതിന് ശേഷം നമുക്ക് കണ്ടൻറ്റും കാര്യങ്ങളും ഇല്ല, അതിനെ നമുക്ക് തിരിയാനും സമയമില്ല, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ആയിട്ട് നമ്മൾ മെല്ലെ നിർത്തിയതായിരുന്നു പ്രാക്കളെ കണ്ടൻറ്റ്. പിന്നെ ഇപ്പോൾ കുറച്ചായിട്ടാണ് വീഡിയോസ് വീണ്ടും ഇടാറ് തുടങ്ങിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രാക്കൾ ഇപ്പോൾ എന്താണ് അവസ്ഥ, എന്താ കണ്ടീഷൻ എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പ്രാക്കൾക്ക് ഇപ്പോൾ ഡിമാൻഡും കാര്യങ്ങളൊന്നും ഇല്ല. മാർക്കറ്റ് പറ്റ ഇടിഞ്ഞൊരു സമയമാണ്. കുറേ ആയിട്ട് ഇപ്പോൾ അങ്ങനെ ഇടിഞ്ഞ് കിടക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ വല്ലാതെ ആർക്കും പ്രാവിന് ആവശ്യമില്ല. നമ്മൾ വല്ലാതെ കെയർ ചെയ്യാത്തതുകൊണ്ട് ഇപ്പോൾ പ്രാക്കൾ കുറച്ച് കുട്ടികളൊന്നും അങ്ങനെ വല്ലാതെ ഇറങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ കൂട്ടിൽ കയറലും കാര്യങ്ങളും അങ്ങനെയൊന്നും നമുക്ക് ശ്രദ്ധിക്കില്ല. എപ്പോഴേലും ജസ്റ്റ് ഇതിൻ്റെ മേലേക്ക് കയറി വന്ന് നോക്കി അത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. പക്ഷെ എന്നാലും നമ്മൾ പ്രാക്കളൊക്കെ ഓക്കെയാണ് കേട്ടോ. നമ്മൾ ഈറ്റകൾക്ക് തീറ്റയും കാര്യങ്ങളും എല്ലാവരും പക്കയായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഗോതമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രാക്കൾ എന്താണ് അവസ്ഥ, ഇപ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്, എത്രയൊക്കെ പ്രാക്കൾ ഇപ്പോൾ ഉണ്ട്, മുട്ടടാനായതാണോ കുട്ടികളാണോ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നമ്മളിലുള്ള ഒരു ജോഡി ഇപ്പോൾ ഇതാണ്. ഇവരിപ്പോൾ മുട്ടടാനായിട്ട് കുത്തിയാട്ടാണ്. ഇതിൽ ഫീമെയിൽ നിൽക്കുന്നതാണ്, അതിൻ്റെ മെയിലാണ് അതിൻ്റെ കൂടെ നടക്കുന്നത്. അവരിപ്പോൾ മുട്ടടാനായിട്ടുണ്ട്. അവർ കൊത്തിയാട്ടുകയാണ്. കൂടുതൽ ചുള്ളിയൊക്കെ കൂട്ടി ലെവലാക്കിയിട്ടുണ്ട്. അതിനെ കാണിച്ചു തരാം. എന്തായാലും ഇപ്പോൾ ഉള്ളിൽ ഒരു ജോഡി ഇപ്പോൾ ഉള്ളത് ഇതാണ്. ഇവർ രണ്ടാളുമാണ്. അവരെ കൂടിൻ്റെ ഇത് കാണിച്ചു തരാം. ഇതാ പ്രാക്കളൊക്കെ പാരല്ലോ. അവർ കണ്ടോ കൂട്ടിൽ ചുള്ളി കൂട്ടിയിട്ടിട്ടുണ്ട്. മുട്ടകളുള്ള ഒരുക്കത്തിലാണ് ചുള്ളി കൂട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കൂടിപ്പോൾ വല്ലാതെ അങ്ങനെ ശ്രദ്ധിക്കലില്ല. അപ്പോൾ ആകെ വൃത്തികേടായിട്ടുണ്ട്. ഇൻഷാല്ലാഹ് ഏതെങ്കിലുമൊക്കെ ഒരു വീക്കെൻഡിൽ ഫ്രീ ആയിട്ട് നിൽക്കുമ്പോൾ ഒന്ന് ലെവലാക്കി ഇടണം. പിന്നെ അതേപോലെ അവിടെ ഒരു 4 കോഴിക്കുട്ടികളുണ്ട്. ഇത് ഉമ്മാൻ്റെ ചെറിയ പരിപാടികളാണ്. അപ്പോൾ ഈ കൂട് ഇവിടെ നമ്മളെ പ്രാവ് കൂട് വെറുതെ കിടക്കുകയാണ്. കാരണം നമ്മൾ പ്രാവ് കൂട് അടിയിലത്തെ തട്ടുകളൊക്കെ വെറുതെ കിടക്കുകയാണ്. ഈ ഭാഗത്തുള്ള ഈ 6 തട്ട് വെറുതെ കിടക്കുകയാണ്. അപ്പോൾ അതിൽ ഒന്നിൽ നമ്മൾ കോഴിക്കുട്ടികളെ വാങ്ങിയിട്ടൊക്കെയാണ്. റോസ്, മഞ്ഞ, പച്ച, പിന്നെ ഒരു ലൈറ്റ് റെഡ് മാതിരിയായിട്ടുള്ളൊരു കളറും. അതിൻ്റെ ഈ മേലത്തെ കൂട്ടിൽ ഇതേമാതിരി ഒരു ജോഡി മുട്ടരാളുള്ള ഒരുക്കത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ ചുള്ളി കൂട്ടിയ കുറേ മുമ്പത്തെ ചുള്ളിയാണ്. പക്ഷെ എന്നാലും ഒരു വീണ്ടും ഇപ്പോഴും കുറച്ച് ചുള്ളികളൊക്കെ ആയിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട്. അതിൻ്റെ പെയറിനെ ഞാൻ കാണിച്ചു തരാം. ഇതല്ല കേട്ടോ, ഇതേമാതിരിക്ക് ഒന്നും കൂടി ഉണ്ട്. ഇതേമാതിരിക്ക് മേലെ ഒന്നാറുക നമുക്ക് മേലെ പോയി ഇതാ വരുന്നു. ഇതും അതിനോടടുത്ത് നിൽക്കുന്ന ഈ ബ്ലാക്കും ഇവരാണ് ഒരു ജോഡി. ഇതിപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ മുന്നൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. നമ്മൾ കുറേ ആയിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇതുണ്ടാവും കണ്ടോ. അതിൻ്റെ മെയിലാണിത്. ഫീമെയിൽ ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് പോലെ ഒന്ന് അടിയിലേക്ക് വിളിക്കാം തീറ്റ കൊടുക്കാൻ. നമ്മൾ പ്രാക്കളൊക്കെ വിളിക്കട്ടെ അടിയിൽ. അപ്പോൾ എല്ലാവരും അടിയിലെത്തിപ്പോൾ നമ്മളിലുള്ള പ്രാക്കളതായി ഒരു 6 എണ്ണമാണുള്ളത്. പിന്നെ ഒന്നുണ്ട് വേറെ പ്രാവിനായിട്ട് ജോഡി ആയിക്കണം. നമ്മളപ്പുറത്തെ അടിയത്തെ ലോഫ്റ്റിലുള്ള ഒരു പ്രാവിനായിട്ട് ജോഡിയായിട്ട് അവിടെ കിടക്കുകയാണ്. കടത്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ എസിൻ്റെ ഇൻവേർട്ടറിൻ്റെ ഉള്ളിലാണ്. അതിലപ്പുറത്തെ എസിൻ്റെ ഇൻവേർട്ടറിൻ്റെ മേൽഭാഗത്താണ് കിടക്കുന്നത്. കുടിച്ചിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും അവർക്കുള്ള ഗോതമ്പ് കൊടുത്തിട്ടുണ്ട്. ഗോതമ്പ് വെച്ച് കൊടുക്കാം. ഇതിൽ തന്നെ വന്നിരിക്കുന്നു ചെറുതായി പോയിട്ടോ. അല്ലാതെ കൂടുതലങ്ങനെ ട്രെയിൻ ചെയ്യാത്തതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ടാലും അടുത്തേക്ക് വരും കേട്ടോ. തീറ്റൊക്കെ വെച്ച് കൊടുത്താൽ അടുത്ത് വന്ന് നിന്നിട്ട് തിന്നൊക്കെ ചെയ്യും. ഇവനാണ് ഉള്ളിൽ ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത്. ഇവന് ഓൻ്റെ കൊടുക്കും. ഇവർ രണ്ടാളും ഈ രണ്ട് കണ്ടോ, ഈ തലയും ആ തലയും കാണുന്ന തലയും ഓല് രണ്ടാളാണ് ജോഡികൾ. അപ്പം നമ്മളിലുള്ള പ്രാക്കൾ ഈ 6 എണ്ണമാണ്. അതിൻ്റെ അപ്പുറത്ത് ഒന്ന് കണ്ടോ 6 എണ്ണം, 3, 4, 5, 6. ഇവരൊക്കെ നമ്മളപ്പുറത്തെ ജോഡി കൂട്ടിലുള്ള പ്രാക്കളാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ. വൈറ്റിലോ ബ്ലാക്ക് കൊക്കോ ഹാഫ് ബ്ലൂട്ടൊക്കെ ഇറങ്ങിയിട്ടുള്ള
അതൊക്കെ കാരണം നമ്മളെ ഡോൾ ഫേസിനൊക്കെ ക്രോസ് ആയിട്ടൊക്കെ ഇറങ്ങിയ സാധനം. അവിടെ ഡോൾ ഫേസിൻ്റെ ക്രോസ് ഉണ്ടായിരുന്നു ആദ്യം. അതും ഇറങ്ങിയ കുട്ടികളാണ് അതൊക്കെ. അതൊക്കെ ഇറങ്ങിയ കുട്ടികളാണ്. പിന്നെ ഒരു മുദീനയുടെ ക്രോസ് ഉണ്ടായിരുന്നു, അതിലിറങ്ങിൻ്റെ ഒരു കുട്ടിയാണ് ഈ കാണുന്നത്. കണ്ടോ, മുദീനയുടെ കട്ടൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് തീറ്റ വിതറി കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് ആർക്കും കിട്ടൂല. ഇനി എല്ലാവരും കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ കൂടിൻ്റെ കണ്ടീഷൻ. ഇപ്പോൾ ഉള്ള കണ്ടീഷൻ ഇതാണ്. കുറച്ച് പ്രാക്കളുണ്ട്. ഇതെന്തായാലും ശാലം പറഞ്ഞല്ലോ, സെറ്റാക്കി എടുക്കണം മൊത്തത്തിൽ. സമയമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അങ്ങനെ ഇത് നമുക്ക് തിരിഞ്ഞതാണ്, അല്ലെങ്കിൽ ഇതിനും ടൈം കിട്ടില്ല. നേരം വെളുത്താൽ 7 മണി 7:30 ആകുമ്പോഴത്തേന് വർക്കിന് ഇറങ്ങും. പിന്നെ 5 മണിയാകുമ്പോൾ എത്താൻ. അത് കഴിഞ്ഞാൽ പിന്നെ വർക്കൗട്ടിന് പോകും. അങ്ങനെ ടൈം പോകും. അപ്പോൾ നമ്മളിലുള്ള പ്രാക്കളതാണ് 1, 2, 3, 4, 5, 6. ഈ 6 ആളാണ് നമ്മളടുത്തുള്ളത്. ഇതിൻ്റെ അതേമാതിരിക്ക് ഇങ്ങനെ കാപ്പി ഫുള്ളായിട്ട് ഒരുത്തനം കൂടി ഉണ്ട്. അത് ഒരുത്തനല്ല, ഒരുത്തിയാണ്. അതിപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല. അടിയിൽ എവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ആ കൂട്ടിലുണ്ട് കുറേ സാധനങ്ങൾ കേട്ടോ. അതാണ് മുദീനയുടെ ക്രോസ് പറഞ്ഞ സാധനങ്ങളാണ്. ഇതിനുണ്ടായ കുട്ടികളൊക്കെ നേരത്തെ നിങ്ങൾക്ക് മേലെ കാണിച്ചു തന്നു. ഇത് നമ്മളൊരു വേറെ കൂടാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു മുദീന, ഒറിജിനൽ മുദീന വിരിഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ആണ് ക്രോസും പെണ്ണ് ഒറിജിനലും. അതൊക്കെയാണ് നമ്മുടെ അടുത്തുള്ള പ്രാക്കൾ. 3 ജോഡികളും കൊത്തിയേക്കാണ്. ഇപ്പോൾ ആ ഒരു ജോഡി അങ്ങനെ കൊത്തിയായിട്ടുണ്ട്. ഇപ്പുറത്ത് കാണിച്ചിട്ടുണ്ടോ, ഇവർ 2 ആളും ഇവിടെ കൊത്തിയായിട്ടുണ്ട്. ഇവരുണ്ട് അവിടെ എത്തി 2 ആളും. ഇനിയിപ്പോൾ അടുത്ത ലോഡിങ് ആയിട്ടുള്ളത് ഇവരാണ് കേട്ടോ. ഇവരാണ് ചുള്ളി കൂട്ടിയിട്ട് അതിൽ കയറി കടന്നിരുന്നത്. അതേപോലെ ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഇവരുണ്ടാണ്. ഇവരേമാതിരി കുത്തിയാട്ടനുണ്ട്. അപ്പോൾ നമ്മളിൽ ഇപ്പോൾ ഇവിടെ കൂട്ടിലുള്ളത് 3 പെർഫെക്റ്റ് ജോഡികളാണ്. ഒക്കെ ക്രോസ് ഐറ്റംസ് ആണ്. ഒന്നിനും ബൂട്ടില്ലാത്ത ഐറ്റം, നോർമലിയുള്ള ഐറ്റം ഒന്നുമില്ല. ഒക്കെ ക്രോസിൽ വന്നാണ് ബൂട്ട് ഇറങ്ങിയ സാധനങ്ങളാണ്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയൊക്കെയാണ് നമ്മുടെ അപ്ഡേഷൻസ്. നമ്മളെ കൂട്ടിലുള്ള പ്രാക്കൾ ഇതൊക്കെയാണ്. 3 ജോഡിയാണ് ഇപ്പോൾ ഉള്ളത്. ആ 3 ജോഡിയും മുട്ടടാനായിട്ടുണ്ട്. ചുള്ളി കുത്തിയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ നമ്മൾ ഐറ്റങ്ങൾക്ക് മുട്ടടുന്നതിൻ്റെ മുമ്പായിട്ട് ഒരു ഫുഡൊക്കെ ഒരുക്കി കൊടുക്കലുണ്ടല്ലോ. എന്താ പറയുക, മുട്ടത്തോട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ വീഡിയോസുകളിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിപ്പോൾ ഒന്നും നമ്മൾ അത്രയ്ക്ക് അങ്ങനെ കെയർ ചെയ്ത് പോകണില്ല. അതാണ് സംഭവം. ഇപ്പോൾ കൂടുതൽ പ്രാക്കൾ നമ്മളെ ലോഫ്റ്റിൽ ഇറങ്ങാത്തതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് അതാണ്. അത് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മളിപ്പോൾ എന്തായാലും ഐറ്റങ്ങൾക്കുള്ള കറക്റ്റ് തീറ്റയും വെള്ളവും കാര്യങ്ങളും നമ്മൾ പക്കയായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ ദിവസവും. ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ മുട്ടടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് ഓരോ സാധനങ്ങൾ കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യലില്ല. സമയമില്ലാത്തതിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് അമർത്തുക. എന്നാലും നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.